ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. ശീതകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ ലോക്സഭ 111% കാര്യക്ഷമമായി പ്രവർത്തിച്ചതായി സ്പീക്കർ ഓം ബിർള സമാപന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഈ മാസം 1 ആരംഭിച്ച ശീതകാല സമ്മേളനത്തിൽ ആകെ 15 ദിവസമാണ് സഭ ചേർന്നത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് സഹകരിച്ച മുഴുവൻ അംഗങ്ങൾക്കും സ്പീക്കർ നന്ദി അറിയിച്ചു. സമ്മേളന കാലയളവിൽ രാജ്യസഭ 121% കാര്യക്ഷമതയോടെ 92 മണിക്കൂർ പ്രവർത്തിച്ചതായി സഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ പറഞ്ഞു. ഉയർന്ന നിലവാരമുള്ള ചർച്ചകളാണ് രാജ്യസഭയിൽ ഇക്കാലയളവിൽ നടന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 2ാമത് ആഗോള ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ മൈ ആയുഷ് ഇന്റഗ്രേറ്റഡ് സർവീസസ് പോർട്ടൽ ഉൾപ്പെടെ നിരവധി സുപ്രധാന സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ആയുഷ് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ആഗോളതലത്തിൽ വിഭാവനം ചെയ്ത ആയുഷ് മാർക്ക് അദ്ദേഹം പ്രകാശനം ചെയ്യും. ഇന്ത്യയുടെ ചികിത്സാ പാരമ്പര്യം പ്രതിഫലിപ്പിക്കുന്ന അശ്വഗന്ധ സ്മരണിക സ്റ്റാമ്പും അദ്ദേഹം പുറത്തിറക്കും. യോഗയുടെ പ്രോത്സാഹനത്തിനായി 2021-25 കാലയളവിൽ അതുല്യ സംഭാവന നൽകിയവർക്കുള്ള പുരസ്കാരങ്ങളും പ്രധാനമന്ത്രി ചടങ്ങിൽ സമ്മാനിക്കും. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ ഏറെ നിർണായകമായ ബില്ലുകളാണ് ശീതകാല സമ്മേളനത്തിൽ പാർലമെന്റ് പാസാക്കിയതെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിലെ നിർണായക ചർച്ചയ്ക്കുൾപ്പെടെ വേദിയായ ശീതകാല സമ്മേളനം ക്രിയാത്മകമായാണ് പൂർത്തിയായതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഈ മാസം 23 പുറത്തിറക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് സമ്മതിദായകർ പരിശോധിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. സംസ്ഥാനത്ത് എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റലൈസേഷൻ 100% പൂർത്തിയായിട്ടുണ്ട്. എന്യൂമറേഷന്റെ സമയപരിധി നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ഹർജി ജനുവരി 6 സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറിക്ക് സംസ്ഥാന സർക്കാർ നൽകിയ അനുമതി ഹൈക്കോടതി റദ്ദാക്കി. ഒയേസിസ് കമ്പനിക്ക് നൽകിയ പ്രാഥമിക അനുമതിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. വിഷയത്തിൽ കൃത്യമായ പഠനം നടത്തിയിട്ടില്ലെന്നും വിശദമായ പഠനം വേണമെന്നും കോടതി വ്യക്തമാക്കി. നടപടിക്രമങ്ങൾ പാലിച്ച് പുതിയ തീരുമാനമെടുക്കാമെന്നും പൊതു താൽപര്യ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവിട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കും. കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഇഡിക്ക് നൽകാൻ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടു. ഇഡി അന്വേഷണം ആവശ്യമില്ല എന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലപാട് തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നിർദ്ദേശം. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തിരശ്ശീല വീഴും. വൈകിട്ട് 6 നിശാഗന്ധിയിൽ നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സിനിമാ രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ സംവിധായകൻ സയ്യിദ് മിർസയെയും മേളയുടെ ജൂറി ചെയർപേഴ്സൺ മുഹമ്മദ് റസൂലാഫിനെയും ചടങ്ങിൽ ആദരിക്കും. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര ജേതാവ് അബ്ദുറഹ്മാൻ സിസാക്കോയ്ക്ക് മുഖ്യമന്ത്രി പുരസ്കാരം സമ്മാനിക്കും. സമാപന ചടങ്ങിന് ശേഷം സുവർണ ചകോരം നേടിയ സിനിമ നിശാഗന്ധിയിൽ പ്രദർശിപ്പിക്കും. കേരളത്തിൽ നിന്നും ഗോവ വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങളെ ലോക്ഭവൻ ആദരിക്കുന്നു. ഗോവ വിമോചന ദിനമായ ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുക്കും. 1961 പോർച്ചുഗീസ് കൊളോണിയൽ ആധിപത്യം അവസാനിപ്പിച്ചതോടെയാണ് ഗോവ വിമോചന സമരം വിജയം കണ്ടത്. ക്രിസ്മസ് പുതുവർഷാഘോഷങ്ങളോടനുബന്ധിച്ച് കുടുംബശ്രീയുടെ കേക്ക് വിപണന മേളകൾ ആരംഭിച്ചു. സംസ്ഥാനമൊട്ടാകെ 300-ലേറെ കേക്ക് വിപണന മേളകളാണ് ഇക്കുറി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. കുടുംബശ്രീ സംരംഭകർ തയ്യാറാക്കുന്ന മാർബിൾ, പ്ലം, ബ്ലാക്ക് ഫോറസ്റ്റ്, റെഡ് വെൽവെറ്റ്, കോക്കനട്ട് കേക്ക് തുടങ്ങിയ വിവിധതരം കേക്കുകൾ 250 രൂപ മുതൽ ലഭ്യമാകും. കുടുംബശ്രീയുടെ കീഴിലുള്ള 850-ലേറെ യൂണിറ്റുകൾക്ക് കേക്ക് വിപണന മേളയുടെ ഭാഗമാകും. കുടുംബശ്രീയുടെ പോക്കറ്റ് മാർട്ട് ആപ്പ് വഴി കേക്കുകളുടെ ഓൺലൈൻ ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തെ മൊത്ത ലാഭവിഹിതമായ 79.82 കോടി രൂപ സിയാൽ സർക്കാരിന് കൈമാറി. സിയാൽ ഡയറക്ടർമാരായ മന്ത്രി പി രാജീവ്, മന്ത്രി കെ രാജൻ എന്നിവർ ചേർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ചെക്ക് കൈമാറിയത്. കമ്പനിയുടെ മൊത്ത വരുമാനം 1142 കോടി രൂപയും ലാഭം 489.84 കോടി രൂപയുമാണ്. സിയാലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വരുമാനവും ലാഭവുമാണിത്. 25 രാജ്യങ്ങളിൽ നിന്നായി 33,000 നിക്ഷേപകരുള്ള സിയാലിൽ സംസ്ഥാന സർക്കാരിന് 33.38% ഓഹരി പങ്കാളിത്തമുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.